PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം നമ്മൾ LDCക്കും LP UPക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സെറ്റ് ഓഫ് സീരിയസ് വീഡിയോസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബാങ്കാണിത്. അപ്പോൾ നമ്മൾ LDC ആകുമ്പോഴത്തേനും LP UP പരീക്ഷ വയ്ക്കുമ്പോഴത്തേനും ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിച്ചിട്ട് പോകുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ LP UPക്കും LDCക്കും വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ LP UPക്കും LDCക്കും വേണ്ടി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും LDCക്കും LP UPക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം താഴെ കൊടുത്തിരിക്കുന്ന വില ഏതാണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്? മലയാളം മിഷനാണ്. ഏതാണ്? മലയാളം മിഷൻ. അപ്പോൾ കേരള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. ഇനി മീശ എന്ന നോവൽ രചിച്ചതാര്? താഴെ കൊടുത്തിരിക്കുന്നവൻ മീശ എന്ന നോവൽ രചിച്ചതാര്? ആരാണ്? എസ് ഹരീഷാണ്. ആരാണ്? എസ് ഹരീഷാണ് മീശ എന്ന നോവൽ രചിച്ചത്. അപ്പോൾ ഹരീഷിന് വലിയ മീശ ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഹരീഷിന് ആർക്കായിരുന്നു വലിയ മീശ ഉണ്ടായിരുന്നത്? ഹരീഷിനായിരുന്നു വലിയ മീശ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹരീഷ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം. കെ-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? കെ-ഫോൺ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. എന്താണ്? എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സംവിധാനം. അടുത്ത ചോദ്യം നോക്കാം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 1951. എന്താണ്? 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആരോഗ്യ സേതു. ഏതാണ്? ആരോഗ്യ സേതുവാണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണല്ലേ. എല്ലാവർക്കും അറിയാമായിരിക്കും. തൃശ്ശൂറാണ് അവൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അർജുന അവാർഡ് നേടിയ അങ്കിത റെനയുടെ കായിക ഇനം. അർജുന അവാർഡ് നേടിയ അങ്കിത റെനയുടെ കായിക ഇനം ഏതാണ്? ഏഴാമത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ടെന്നീസാണ്. ഏതാണ്? ഓപ്ഷൻ സി ടെന്നീസാണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണ്? 4 ഓപ്ഷൻസാണ് കൊടുത്തേക്കുന്നത്. ഓരോന്നും വായിച്ച് നോക്കുക. ഏതാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ്. ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിത ശാക്തീകരണവുമാണ്. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിത ശാക്തീകരണവുമാണ് റൈറ്റ് ആൻസർ. ഇനി നിർദ്ദിഷ്ട സിവിൽ ലൈൻ പദ്ധതി ഉൾപ്പെടാത്ത ജില്ല. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഏത് ജില്ലയാണ്? ഓപ്ഷൻ സി പത്തനംതിട്ട. ഏതാണ്? ഓപ്ഷൻ സി പത്തനംതിട്ടയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എസ് സോമനാഥാണ്. ആരാണ്? ഓപ്ഷൻ എ എസ് സോമനാഥാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ്. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഏതാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. ഏതാണ്? സൗരോർജ്ജവും ജൈവവാതക സൗരോർജ്ജവും അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. മൂന്നും എന്ത് തന്നെയാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യം ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യം ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ റൈറ്റ് ആൻസർ.
കൊടുത്തേക്കുന്ന എല്ലാം തന്നെ എന്താണ്, ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ്. ഏതൊക്കെ? ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ ഒക്കെ എന്താണ്, ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? മൗണ്ട് എവറസ്റ്റ്. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 15ാമത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ്. ഏതാണ്? ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളെ എക്കൽ നിക്ഷേപണം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപണം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ, ഉത്തര മഹാസമതലം. ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിൽ ഏറ്റവും ചെന്നതും വലുപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഓപ്ഷൻ എ, ഉത്തരായന രേഖ 23.5 നോർത്താണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത താഴെ കൊടുത്തിരുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH-44 ആണ്. മുംബൈയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. മുംബൈയും ബംഗളൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊങ്കൺ റെയിൽവേ ആണ്. ഏതാണ്? കൊങ്കൺ റെയിൽവേ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി, 1955. ഏതാണ്? 1955 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ ചെയ്യുന്നതിനെതിരെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണല്ലേ. ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കൽ വയ്ക്കുന്നതിനെതിരെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങളാണ് നമുക്ക് ഉറപ്പു നൽകുന്നത്? എത്ര മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്? ഒന്ന് ഓപ്ഷൻസ് വായിച്ച് നോക്കിക്കേ. ഓപ്ഷൻ ഡി ആണല്ലേ. എത്ര? 6 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതു ഭരണഘടനയുടെ ഭേദഗതിയിലാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതു ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 24ാം ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 42ാം ഭേദഗതി. ഏതാണ്? 42ാം ഭേദഗതിയാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1947 ജൂലൈ 22. എന്നാണ്? 1947 ജൂലൈ 22-ാം തീയതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയാമായിരിക്കും അതിൻ്റെ റൈറ്റ് ആൻസർ എന്താണെന്ന്. ഗംഗയാണ്. ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചേക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡാണ്. എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. 1990 വിവരാവകാശത്തിനു വേണ്ടി പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ ഡി, മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ്. ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ് കേട്ടോ. ചേരുംപടി ചേർത്ത് ശരിയായവ എഴുതുക. ബ്രഹ്മസമാജം ദയാനന്ദ സരസ്വതി, ആര്യസമാജം ആത്മരാം പണ്ഡുരക്, പ്രാർത്ഥനാ സമാജം കേശവചന്ദ്ര സെൻ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ രാജാറാം മോഹൻ റോയ്. ഏതൊക്കെയാണ് ചേരുംപടി ചേർക്കാൻ പറ്റിയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
31ാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? 31ാമത്തിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഒന്നേതാണ്? ബ്രഹ്മസമാജം. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. രണ്ടാമത്തേതാണ്? ആര്യസമാജം. ആര്യസമാജത്തിൻ്റെ ആൻസറായിട്ട് വരുന്നു ദയാനന്ദ സരസ്വതി. ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഇനി മൂന്നാമത്തെ പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം ആരാണ്? കേശവചന്ദ്ര സെന്നാണ് അല്ലേ. കേശവചന്ദ്ര സെന്നാണ് ഇതിനകത്തേക്ക് വരുന്നത് പ്രാർത്ഥനാ സമാജം. പിന്നെ ആരാണ്? ബ്രഹ്മസമാജം എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? ആത്മുരാം പണ്ടുരക്ക്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണത്? ഏതാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. അടുത്ത ചോദ്യം നോക്കാം. സാന്താൾ കലാപം നടന്ന വർഷം. സാന്താൾ കലാപം നടന്ന വർഷം എന്താണ്? ഓപ്ഷൻ ബി 1855 മുതൽ 1856 വരെയാണ് സാന്താൾ കലാപം നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബംഗാളാണ്. ഏതാണ്? ഓപ്ഷൻ സി ബംഗാളാണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? 35ാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? സി ശങ്കരൻ നായരാണ്. ആര്? സി ശങ്കരൻ നായരാണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന് ഓപ്ഷൻ ഡി 1857 മെയ് 10 എന്നാണ്. 1857 മെയ് 10 ഇനി ക്വിറ്റ് ഇന്ത്യ സമരം നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമര ദിനം എന്നായിരുന്നു എന്നാണ്. ക്വിറ്റ് ഇന്ത്യ സമര ദിനം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഓഗസ്റ്റ് 9, 1942 എന്നാണ്. ഓഗസ്റ്റ് 9, 1942 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് വരുന്നത്. ഇനി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് റൈറ്റ് ആൻസർ. സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഏതാണ്? ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഫസൽ അലി. ആരാണ്? ഫസൽ അലിയാണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ മംഗളവനം. ഏതാണ്? ഓപ്ഷൻ എ മംഗളവനമാണ്. സിംഹവാലൻ കുരങ്ങളുടെ ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത് എവിടെയാണ്? സിംഹവാലൻ കുരങ്ങളുടെ ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത് ഓപ്ഷൻ ബി ഏതാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ നോക്കാം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? 41ാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? മംഗളവനം. ഏതാണ്? മംഗളവനമാണ്. സിംഹവാലൻ കുരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത്. സിംഹവാലൻ കുരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്താണ്? 42ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും. ശാസ്താംകോട്ടക്കായലാണ്. ഏതാണ്? ശാസ്താംകോട്ടക്കായൽ. അതുപോലെ അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണല്ലേ. ഏതാണ്? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഏതാണ്? ഇടുക്കി. ഇനി മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ എന്ന് പറയുന്നത് മറയൂരാണ്. മറയൂരാണ് കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ എന്ന് പറയുന്നത്. ഏതാണ്? മറയൂർ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ
പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി എറണാകുളമാണ് റൈറ്റ് ആൻസർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാർ നദിയുടെ നീളം എത്രയാണ്? 244 ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാർ നദിയുടെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി മലപ്പുറമാണ്. ഏതാണ്? മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി സ്പ്ലാഷ് ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആര്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? എല്ലാവർക്കും അതിൻ്റെ റൈറ്റ് ആൻസർ അറിയായിരിക്കും അല്ലേ? നമ്മുടെ നവോത്ഥാനം പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ആരാണ്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ് ഉൾപ്പെടാത്ത സമരം എന്ന് പറയുന്നത്? 52ാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപമാണ്. കയ്യൂർ ലഹളയും ഉപ്പ് സത്യാഗ്രഹവും മലബാർ കലാപവും ഒക്കെ എന്താണ്? സ്വാതന്ത്ര്യ സമരവുമായിട്ട് മുൻ ഉള്ള സമരങ്ങളാണ്. പക്ഷേ വേലുത്തമ്പി കലാപം എന്താണ്? അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നേറ്റം അല്ല. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉൾപ്പെടാത്ത ഏതാണ്? വേലുത്തമ്പി കലാപമാണ്. 52 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ആരാണ് ആദിഭാഷ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത്? ആരാണ് ആദിഭാഷ ഗ്രന്ഥം എഴുതിയത്? ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കേ. ചട്ടമ്പി സ്വാമികളുടെയാണ് ആദിഭാഷ. ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? 54ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? മലബാർ കലാപമാണ്. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തതെന്ന് പറയുന്നത്? 55 നിജാനന്ദ വിലാസമാണല്ലേ. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ ശ്രീനാരായണ ദർശനമാലയും ശിവശതകവും ദൈവദശകവും എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? 56 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, പയ്യന്നൂർ ആയിരുന്നു. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? എവിടെയാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി തൃശ്ശൂരാണ് 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണല്ലേ. വൈക്കം സത്യാഗ്രഹവും ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സവർണ ജാഥയാണല്ലോ. മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? വൃക്കകളാണ്. ഏതാണ്? വൃക്കകളാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ ശരി ഏതാണെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് വായിച്ചു നോക്കിയേ. ഓരോ ഓപ്ഷനും വായിച്ചു നോക്കിയേ. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഏതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ. ഏതാണ്? 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏത് ജീവിതത്തിൻ്റെ അപര്യാപ്തമാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏത് ജീവിതത്തിൻ്റെ അപര്യാപ്തയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ഓപ്ഷൻ ഡി ജീവകം ഡി ആണ്. ഓപ്ഷൻ ഡി ജീവകം ഡി ആണ് എൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലോ അതിൻ്റെ ആൻസർ വരുന്നത്. നിപ്പയും എയ്ഡ്സുമാണ്. സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? ഏതാണ് പദ്ധതി? ഓപ്ഷൻ ബി ആർദ്രമാണ്. ഏതാണ്? ആർദ്രം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വാതകങ്ങളിൽ ഹരിതഗ്രഹം വാതകമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഹരിതഗ്രഹം വാതകം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ഹരിതഗ്രഹ വാതകമല്ലാത്തത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോഫ്ലോറോ കാർബണൊക്കെ എന്താണ്? ഒരു ഹരിതഗ്രഹ വാതകമാണ്. അപ്പോൾ നൈട്രജൻ ആണ് അതിനകത്ത് വരുന്നത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? വനനശീകരണത്തിന് കാരണമാകാത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്?
സസ്യപരിപാലനമാണല്ലേ, സിമ്പിൾ ചോദ്യമാണല്ലേ, സസ്യപരിപാലനം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? ഏതാണ്? പെട്രോളാണ്. ബാക്കിയെല്ലാം എന്താണ്? പശയും പ്ലൈവുഡും മെഴുകും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? വനത്തിൽ നിന്ന് ലഭിക്കും. പക്ഷേ പെട്രോൾ വനത്തിൽ നിന്ന് ലഭിക്കുമോ? ഇല്ല. ഇനി കേരളത്തിൽ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? കേരളത്തിൽ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത പാവൽ വിത്തിനം ഏതാണെന്ന്? ഏതാണ്? പ്രിയങ്കയാണ്. ഏതാണ്? പ്രിയങ്ക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഓപ്ഷൻ എഴുതുന്ന റൈറ്റ് ആൻസർ ഏതാണ്? കോഴിക്കോട്. ഏതാണ്? കോഴിക്കോടാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. 71ാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഓരോ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. തെറ്റാണ്. ബാക്കി 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഒരെണ്ണം മാത്രമേ തെറ്റ്. അടുത്ത ചോദ്യം. സിങ്കുബെൻസിൻ്റെ സാന്ദ്രണത്തെ ഉപയോഗിക്കുന്ന മാർഗം. സിങ്കുബെൻസിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ. ഏതാണ്? പ്ലവന പ്രക്രിയയാണ്. കാൽസ്യത്തിൻ്റെ ബാഹിതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? കാൽസ്യത്തിൻ്റെ ബാഹിതമ ഷെല്ലിലെ നമ്പർ എത്ര? 73. ഏതാണ്? 4 ആണല്ലോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഡ്യൂട്ടീരിയത്തിനുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 74. ഓപ്ഷൻ ബി 1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ ചേർക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി സോഡിയം ബെൻസോയിറ്റ്. ഏതാണ്? സോഡിയം ബെൻസോയിറ്റ് ആണ് റൈറ്റ് ആൻസർ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്തു മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്തു മാറ്റം സംഭവിക്കും? 76ാമത്തെ ചോദ്യത്തിന് റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും. ഏതാണ്? 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഏത്? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ഓപ്ഷൻ സി ഭാരമാണ്. ഏതാണ്? ഓപ്ഷൻ സി ഭാരമാണ്. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയെ മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 78 റൈറ്റ് ആൻസർ. ഇത് ചോദ്യം ക്യാൻസലാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയ നിറമേത്? തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ? 79ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഓറഞ്ച് ആണ്. ഏതാണ്? ഓപ്ഷൻ എ ഓറഞ്ച് ആണ് റൈറ്റ് ആൻസർ. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ്? ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി കെൽവിൻ ആണ്. എന്താണ്? ഓപ്ഷൻ ബി കെൽവിൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3rd ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതൊരു 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. LDCക്കും LP-UPക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻ സെറ്റുകളെല്ലാം നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.